ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടിഷ്യൂ കൾച്ചർ വാഴ എങ്ങനെയാണ് ശരിയായ രീതിയിൽ നടുന്നതെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ടിഷ്യൂ കൾച്ചർ വാഴയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ 100% ഒരു 50 തൈ എടുത്താൽ 50 തൈയും നല്ലതുപോലെ കിളിർത്ത് വാഴ കുലച്ച് കിട്ടാൻ സാധ്യതയുള്ള ഒരു തൈയാണ് ടിഷ്യൂ കൾച്ചർ തൈ. നമ്മൾ വാഴക്കന്ന് നടുന്നതിനേക്കാളും 100% റിസൾട്ടാണ് ടിഷ്യൂ കൾച്ചർ വാഴയ്ക്ക് കിട്ടുന്നത്. വാഴക്കന്ന് നടുന്നതിനേക്കാളും നല്ല പരിപാലനം ആവശ്യമുള്ളതാണ് ടിഷ്യൂ കൾച്ചർ വാഴയ്ക്ക്. നമ്മൾ നട്ട് നല്ല പരിപാലിച്ചാൽ മാത്രമേ ഈ 100% റിസൾട്ട് കിട്ടാറുള്ളൂ. ഇത് ഏകദേശം 1 മാസമായ തൈകളാണ്. അതും ടിഷ്യൂ കൾച്ചർ വാഴ നട്ട് 1 മാസമായി. നമ്മൾ നല്ലതുപോലെ പരിപാലിച്ചാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഇത് എങ്ങനെയാണ് നടുന്ന സമയത്ത് കൊടുക്കേണ്ട വളങ്ങൾ, നടുന്ന രീതി, ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുക. പൂർണ്ണമായും വീഡിയോ കണ്ട് മനസ്സിലാക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നല്ലൊരു കുഴി എടുത്തു കൊടുക്കുക. ഇത് നല്ല വലിപ്പത്തിലുള്ളൊരു കുഴിയാണ് നമ്മൾ എടുത്തു കൊടുക്കേണ്ടത്. ഏകദേശം 1.5 അടി 2 അടി വീതിയായിട്ട് വരുന്ന ഒരു കുഴിയാണ്. ഞാനിത് കുഴി എടുത്തിട്ടിട്ട് നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റുകളൊക്കെ ഇതിലിട്ട് ഒരു കമ്പോസ്റ്റ് കണക്ക് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന കുറേ വേസ്റ്റുകളൊക്കെ ഇതിലിട്ട് നിറച്ച്, ഇനി നമുക്കിതിലേക്ക് നമുക്ക് പച്ചില കരിയില അങ്ങനെയുള്ള പച്ചില വളങ്ങളും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ഇട്ടതിന് ശേഷമേ നമ്മൾ മണ്ണിട്ട് ഇത് മൂടാവും. അപ്പോൾ വേസ്റ്റ് കരിയിലയോ വേസ്റ്റ് ചവറുകളൊക്കെ ഇട്ട് ഈ കുഴി ഒരു പകുതിയോളം ഒന്ന് മൂടി കൊടുക്കുക. ഇങ്ങനെ ഇട്ട് മൂടിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കമ്പോസ്റ്റ് കുഴി കണക്ക് ആവും. നല്ല വളമുള്ള ഒരു കമ്പോസ്റ്റ് കുഴി കണക്ക് ആവുകയും ചെയ്യും. നമ്മളെ വാഴത്തൈ നട്ട് നല്ല വേരോട്ടം ഉണ്ടാവും. ആ വേരോട്ടം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചവറുകളും വേസ്റ്റുകളൊക്കെ ഇട്ട് ഈ കുഴി മൂടി കൊടുക്കുന്നത്. പിന്നെ അതുപോലെ മണ്ണിൽ നല്ല ഓക്സിജനും കിട്ടും. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ട വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകപ്പൊടി. നമ്മൾ ഒരുപാട് വളങ്ങൾ ചേർത്ത് നടയൊന്നും വേണ്ട. അപ്പോൾ ചാണകപ്പൊടി ഇത് ഉണക്കി പൊടിച്ചതാണ്, അതും കൂടെ ഇട്ട് ഈ മണ്ണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ നടുന്ന സമയത്ത് ഇത്രയും വളങ്ങളാണ് ചെയ്യേണ്ടത്. നല്ല ചാണകപ്പൊടി മണ്ണുമായിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ ഈ ടിഷ്യൂ കൾച്ചർ വാഴയുടെ കവറിൻ്റെ ഒരു കുഴി എടുത്തു കൊടുക്കണം. ആ കവർ എത്രത്തോളം വലിപ്പമുള്ളതാണ് അതനുസരിച്ച് ഒരു സെൻറ്ററിലായിട്ട് ഒരു കുഴി എടുത്തു കൊടുക്കുക. അധികം ആഴത്തിലല്ലാത്ത രീതിയിൽ ഒരു കുഴി എടുത്തു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ആ കുഴിയിലേക്ക് നമ്മുടെ വാഴത്തൈ നട്ടു കൊടുക്കാം. മണ്ണ് ഇളക്കമുള്ള മണ്ണാണെങ്കിൽ പിന്നെ വേരൊന്നും ഇളക്കി കൊടുക്കണ്ട. ഇനി നമുക്ക് നേരെ നട്ടു കൊടുക്കാം. മണ്ണ് 2 സൈഡിൽ നിന്നും നമ്മൾ കൈ കൊണ്ടൊന്ന് മൂടി കൊടുക്കുകയോ ചെയ്യാവൂ, അല്ല ചവിട്ടിയൊന്നും ഉറപ്പിച്ച് കൊടുക്കരുത്. വാഴക്കന്ന് നടും കണക്ക് നമ്മൾ ഒരിക്കലും അത് തൈ ചവിട്ടി ഉറപ്പിച്ച് കൊടുക്കരുത്. എങ്കിൽ വേരോടില്ല, അത് കുഴിയിൽ വെച്ച കണക്ക് തന്നെ ഇരിക്കും. അതുകൊണ്ട് ഉറപ്പിച്ച് കൊടുക്കരുത്. നമ്മൾ എപ്പോഴും മണ്ണിളക്കം ഉണ്ടാവണം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂടൊന്ന് മൂടിക്കൊടുക്കാൻ വേണ്ടി കരിയിലയും പച്ചിലകളൊക്കെ കൊണ്ട് ഇതൊന്ന് മൂടി കൊടുക്കണം. എന്നിട്ട് നമ്മൾ 2 നേരം നല്ലതുപോലെ ഒരു 2 ആഴ്ചത്തോളം 2 നേരം നല്ലതുപോലെ നനച്ചു കൊടുക്കണം. തണലിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു ഷെയ്ഡോ ഓലയുടെ തുമ്പോ എന്തെങ്കിലും വെച്ച് ഒരു ഷെയ്ഡ് കൊടുക്കണം. ഇത് കുറച്ച് വളർന്നു വരുന്നതിനനുസരിച്ച്. നമ്മൾ വാഴക്കന്ന് നടുന്നതിനേക്കാളും ഒരു 100% റിസൾട്ടുള്ള ഒരു ഇതാണ് ടിഷ്യൂ കൾച്ചർ വാഴകൾ. നമ്മൾ നടുന്ന തൈകൾ നല്ലതുപോലെ പരിപാലിച്ചാൽ അത് പൂർണ്ണമായും കിളിർത്ത് കൊലയും ലഭിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിലും വ്യത്യസ്തവും ഉപകാരപ്രദവുമായ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം.